ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മോസ്കോയിലുള്ള ഇന്ത്യൻ മോണുമെന്റ്സ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇന്ത്യയിലെ പല പ്രശസ്തരായ വ്യക്തികൾക്കും മോസ്കോയിൽ മോണുമെന്റ്സ് ഉണ്ട്. സോ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യം ഞാൻ വിസിറ്റ് ചെയ്തത് മഹാത്മാഗാന്ധി മോണുമെന്റ് ആണ്. ലെമനോസ്കി പ്രോസ്പെക്റ്റിലായിട്ടാണ് ഈ മോണുമെന്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മഹാത്മാഗാന്ധി എന്ന് റഷ്യൻ ലാംഗ്വേജിൽ എഴുതി വെച്ചിട്ടുണ്ട്. മോസ്കോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ മോണുമെന്റ്. ഇന്ത്യൻ ഗവൺമെന്റ് സോവിയറ്റ് ജനതയ്ക്ക് നൽകിയ ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഇത് കണക്കാക്കുന്നത്. 1988 ഈ മോണുമെന്റ് സ്ഥാപിച്ചത്. പിന്നെ മഹാത്മാഗാന്ധി മോണുമെന്റിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഇന്ദിരാഗാന്ധി മോണുമെന്റും സ്ഥിതി ചെയ്യുന്നത്. 1985 ശേഷം, അതായത് ഇന്ദിരാഗാന്ധിയുടെ ഡെത്തിന് ശേഷം ഈ ഒരു ഏരിയ അറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി സ്ക്വയർ എന്നാണ്. 1985 തന്നെയാണ് ഇന്ദിരാഗാന്ധിയുടെ ഈ ഒരു സ്മാരകം ഇവിടെ നിർമ്മിച്ചതും. ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്ന ആ ഒരു സമയത്തും ഇന്ത്യയും സോവിയറ്റ് യൂണിയനുമായിട്ടും നല്ല ക്ലോസ് റിലേഷൻഷിപ്പിലായിരുന്നു. സോ ആ ഒരു റെസ്പെക്റ്റിൻ്റെ പുറത്താണ് ഈ ഒരു ഏരിയയ്ക്ക് ഇന്ദിരാഗാന്ധി സ്ക്വയർ എന്ന് പേര് നൽകിയത്. അടുത്തതായിട്ട് ഞാൻ വിസിറ്റ് ചെയ്തത് രവീന്ദ്രനാഥ് ടാഗോർ, അദ്ദേഹത്തിൻ്റെ മോണുമെൻ്റ് ആണ്. ഇത് ദ്രുസ്വ പാർക്കിലായിട്ടാണ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഈ ഒരു മോണുമെൻ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം കണ്ട ഇന്ദിരാഗാന്ധി സ്ക്വയറിൽ നിന്നും മഹാത്മാഗാന്ധി സ്ക്വയറിൽ നിന്നും ഏകദേശം ഒരു 15 മിനിറ്റോളം ഡിസ്റ്റൻസ് ഉണ്ട് ഇങ്ങോട്ടേക്ക് എത്താനായിട്ട്. ഈ മോണുമെൻറ്റിന് പിന്നിലൊരു ഹിസ്റ്ററി ഉണ്ട്. 1930 രവീന്ദ്രനാഥ ടാഗോർ മോസ്കോ വിസിറ്റ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം സ്റ്റേ ചെയ്തത് ഇതിനടുത്തായിട്ടുള്ള ഒരു ഹോട്ടലിലായിരുന്നു. പിന്നീട് 1990 നമ്മുടെ പ്രൈം മിനിസ്റ്ററായ VP സിംഗ് മോസ്കോ വിസിറ്റ് ചെയ്തപ്പോൾ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ആ ഒരു മെമ്മറീസ് ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സോവിയറ്റ് ജനതയ്ക്ക് കൊടുത്ത ഒരു ഗിഫ്റ്റാണ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഈ ഒരു മോണുമെൻറ്റ്. ഈ ഒരു ഏരിയ അറിയപ്പെടുന്നത് ടാഗോർ സ്ക്വയർ എന്നാണ്. ലെവ് കെർബൽ എന്ന റഷ്യൻ സ്കൾപ്ചർ ആർട്ടിസ്റ്റാണ് ഈ ഒരു മോണുമെൻറ്റ് നിർമ്മിച്ചത്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ മറ്റൊരു സിമ്പലാണ് ഈ മോണുമെൻറ്റ്. മാത്രമല്ല ടാഗോറിൻ്റെ കൃതികളോട് റഷ്യക്കാർക്കുള്ള ആ ഒരു റെസ്പെക്റ്റ് കൂടി ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഞാൻ ഈ പാർക്കിൻ്റെയും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ പാർക്കിൻ്റെ പേര് ദ്രുസ്ബ പാർക്ക് എന്നാണ്, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് വേറൊരു പേരും കൂടിയുണ്ട്, ഫ്രണ്ട്ഷിപ്പ് പാർക്ക്. ഈ പ്രതിമയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ പാർക്ക് കാണാനായിട്ടും നല്ല രസമുണ്ട്. ഇത് നല്ല ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് ഈ പാർക്ക്. ഫ്രണ്ട്ഷിപ്പ് പാർക്ക് എന്ന് പേര് വരാനായിട്ടൊരു കാരണമുണ്ട്. ഇവിടെ എല്ലാ കൺട്രിയുടെയും ഫ്ലാഗ്സ് ഉണ്ടായിരുന്നു ആദ്യം. അപ്പോൾ ഈ റഷ്യയ്ക്ക് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള കൺട്രീസിൻ്റെ ഫ്രണ്ട്ഷിപ്പിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു പാർക്ക് ആയതുകൊണ്ടാണ് ഈ പാർക്കിന് അങ്ങനെ ഒരു പേര് വന്നത്. ഈ പാർക്കിനുള്ളിൽ തന്നെ ഒരു കഫേ ഉണ്ട്. പിന്നെ ഇതിനടുത്തായിട്ട് ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, അങ്ങനെ ഒത്തിരി ഫെസിലിറ്റീസും ഉണ്ട്. ഞാൻ സാറ്റർഡേ ആണ് ഇവിടെ വിസിറ്റ് ചെയ്തത്. ക്ലൈമറ്റൊക്കെ കുറച്ച് റെയിനി ആണെങ്കിലും ഇവിടെ നല്ല രീതിയിൽ ക്രൗഡ് ഉണ്ടായിരുന്നു. ഈ വർഷം മോസ്കോയിൽ സ്നോയൊക്കെ വളരെ കുറവാണ്. കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ ഒരു ടൈമിൽ -20 ഡിഗ്രി 25 ഡിഗ്രി ഒക്കെ എത്തി നല്ല രീതിയിൽ സ്നോ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 2 വീക്കായിട്ട് ഇവിടെ സ്നോ ഇല്ല. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 3 മോണുമെൻറ്റ്സും അതേപോലെ തന്നെ ദ്രുസ്വ പാർക്കുമാണ് കാണിച്ചത്. ചാനൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.